ശലോം സഹോദരങ്ങളെ, ശബാത്ത് ശലോം. എൻ്റെ ശബത്ത് ആചരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പിനായി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയോ നിങ്ങൾ എത്ര സ്പെഷ്യലാണെന്ന്? ദൈവത്തിന് നിങ്ങൾ എത്ര സ്പെഷ്യലാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. നിങ്ങൾക്കറിയില്ലേ, എസെക്കിയേൽ 20:20 അല്ലേ? എൻ്റെ ശബത്തുകളെ വിശുദ്ധമായി മുറുകെ പിടിച്ചാൽ, അവിടെ ഒരു ഓഫർ പറയുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് നിങ്ങൾ അറിയും. അങ്ങനെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടയാളമായി ശബത്ത് നിലനിൽക്കും. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അതായത് നാം അപ്പൻ്റെ മക്കളാണെന്ന് അപ്പൻ ആദ്യമേ അറിയാമായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ആത്മാവിനെ ദൈവം കണ്ടിട്ടുണ്ട്, തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മെ അറിയിക്കാൻ ശബത്ത് ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നു. അപ്പോൾ ശബത്ത് ആചരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ആര് നോക്കും? ദൈവം നോക്കും. ആ സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാനാകും. ആ കരുതൽ നമുക്ക് ഫീൽ ചെയ്യാനാകും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നാം യഥാർത്ഥ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. മനസ്സിലായോ? അതാണ് അപ്പോൾ അവിടെ പറയുന്നത്. നാമും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ അടയാളമായിട്ട് ശബത്ത് മാറുന്നത് അങ്ങനെയാണ്. പക്ഷേ അവിടെ പറയുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. എന്നാൽ അത് വലുതാണ് ദാനം. അതായത് ശബത്ത് വിശുദ്ധമായി മുറുകെ പിടിച്ചാൽ എന്നുള്ള ഒരു വാക്ക്. അപ്പം അത് നമുക്കുള്ള ഒരു വിചിന്തനമാണ്. ശബത്ത് ആചരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ട വിഷയം കൂടിയാണത്. അതായത് നാം ദൈവത്തിൻ്റെ ആണ് എന്ന്, ശബത്ത് ആചരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ആണ് എന്നതിന് ഉറപ്പില്ല, അർത്ഥമില്ല. ഒരു പക്ഷേ നമ്മുടെ തോന്നലായിരിക്കാം. അതെന്തുകൊണ്ടാണ്? അതായത് ശബത്ത് ആചരിക്കുന്നത് ചിലപ്പോൾ പലരും പല സാഹചര്യങ്ങളിൽ ഇരുന്നിട്ടാവാം. അവിടെയൊക്കെ ദൈവം കാണുന്നത് നമ്മുടെ മനസ്സാണ്. എൻ്റെ ഹൃദയം ദൈവം പരിശോധിക്കുന്നുണ്ട് എന്ന ചിന്ത വേണം നമുക്ക്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞത്, കയീനും ആബേലും യാഗമർപ്പിച്ചു ഇല്ലേ? പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മനസ്സ് വ്യത്യസ്തമായിരുന്നു. ആബേൽ തനിക്കുള്ളവയിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടത് എളിമയോടെ ദൈവത്തിന് കൊടുത്തു. മാത്രമല്ല അവന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് അവൻ കൊടുത്തു. എന്നാൽ കയീൻ അങ്ങനെ ആയിരുന്നില്ല. കടത്ത് കഴിച്ച് യാഗം ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയം എന്താണ് എന്ന് അവൻ അത് അന്വേഷിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം ആബേലിനെ സ്വീകരിച്ചത്. അവിടെ കയീനോട് ദൈവം പറയുന്നുണ്ട്, മകനെ, നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ എന്ന് ദൈവം കയീനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ഈ ശബത്ത് ആചരിക്കലും ഈ യാഗം പോലെ തന്നെയാണ്. അത് ചെയ്തു എന്നതിലല്ല, അത് എങ്ങനെ മുറുകെ പിടിക്കുന്നു എന്നതിലാണ് കാര്യം. നിന്റെ മനസ്സെങ്ങനെ, അതിലാണ് കാര്യം. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതും ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതായത് അതായത് ശബത്ത് ആചരിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ ശബത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ദൈവം അത് കാണും. എന്നാൽ ഇതൊക്കെ മതി, എല്ലാം ദൈവത്തിന് അറിയാലോ എന്ന ഒരു മൈൻഡോട് കൂടിയാണ് നീ കടത്ത് കഴിക്കുന്ന പോലെ, കയ്യിന് യാഗമർപ്പിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫലം ദൈവത്തിൻ്റെ പ്രസാദത്തിന് പകരം ദൈവത്തിൻ്റെ കോപമായിരിക്കും കിട്ടുക. എസെക്കിയേൽ 20:21 നേരത്തെ ഞാൻ പറഞ്ഞ ആ വാചകത്തിൻ്റെ തൊട്ട് താഴെയാണുള്ളത്. അതായത് നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധമാണ് ശബത്ത് എന്ന് പറഞ്ഞ ദൈവം തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്. ശബത്തുകളെ അശുദ്ധമാക്കിയാൽ എൻ്റെ ക്രോധം അവരുടെ മേൽ നിവർത്തിക്കും. അപ്പം അതിനാൽ തന്നെ ശബത്ത് ആചരിക്കുന്ന എല്ലാവർക്കും ദൈവഭയം കൂടി ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവ നിയമത്തെ മുറുകെ പിടിക്കുന്ന
ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പിന് പേപ്പർ വർക്ക് ചെയ്ത് പുതുക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ആത്മീയ സഹോദരർക്കും ശബ്ബാത്ത് ശലോം. അപ്പോൾ ഇതാണ് ഇന്ന് ശബ്ബത്തിൻ്റെ ചിന്ത. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വിഷയം എന്നത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ സ്വഭാവ ഗുണം കണ്ടിട്ട് ആണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താനുള്ള ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ ദയ മാത്രം. ഒരു പക്ഷേ ക്രിസ്ത്യാനികളായ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകാം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം ക്രിസ്ത്യാനികളായത് എന്ന്. പക്ഷെ സത്യം എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ വീട്ടുകാർ ക്രിസ്ത്യാനികളായത് കൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യൻസായി. അതുമല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ സഭ മാറി ദൈവത്തെ തേടി പോയി സ്വീകരിച്ചു. അപ്പം അതല്ലേ സത്യം? എന്നാൽ ഇതൊക്കെ എത്തി നിൽക്കുന്നത് ഒരു വചനത്തിലാണ്. അതായത് യോഹന്നാൻ 15:16. അവിടെ നമ്മൾക്ക് സുപരിചിതമായ വചനമാണത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നതിലല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിലാണ് കാര്യം. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് അടുത്ത വരികൾ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോ. അവിടെ എഴുതിയേക്കാണ്, ഫലം കായ്ക്കും. നിങ്ങൾ പോയിട്ട് ഫലം കായ്ക്കും. മാത്രമല്ല നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും ചെയ്യും. അപ്പം ഇതാണ് ആ തെരഞ്ഞെടുപ്പിലുള്ള വ്യത്യാസം. നിങ്ങൾ ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നതിനാലോ, നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോയി എന്നതിനാലോ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നല്ല, പകരം നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പോയി എന്നു മാത്രമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത ദൈവം ചിലപ്പോൾ യഥാർത്ഥ ദൈവമാകണമെന്നില്ല. യഥാർത്ഥ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെയല്ല. നീ ഏത് ജാതിയായിരുന്നാലും, നീ ആർക്കും വേണ്ടാതെ കിടന്നവനായിരുന്നാലും, നിനക്ക് വിദ്യാഭ്യാസം സൗന്ദര്യം ഒന്നുമില്ലെങ്കിലും അതൊന്നും ഒരു മാനദണ്ഡമായി കണക്കാക്കാതെ നിന്നെ ഫലം കായ്ക്കാനും ആ ഫലം നിത്യമായി കായ്ക്കാനും നിന്നെ തിരഞ്ഞെടുത്ത നിന്നിലേക്ക് ആ ദയ ചൊരിയുന്ന ദൈവസ്നേഹം, അതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അതിലാണ് കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു അഹങ്കാരവും ഉണ്ടായിരിക്കരുത്. എൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് എന്നെ അപ്പം തിരഞ്ഞെടുത്തതെന്നോ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം എന്നെ തിരഞ്ഞു വന്നതെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. പകരം നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കണ്ണീരോട് കൂടിയുള്ള ഒരു ചിന്തയുണ്ട്, എനിക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ ദയ മാത്രം, കരുണ മാത്രം. ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു കുഞ്ഞിൻ്റെ കഥ പറയാറില്ലേ? അതായത് ഒരു കുഞ്ഞ് അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കഥ. അപ്പോൾ ആ കുഞ്ഞ് അപ്പൻ്റെ കൈ പിടിച്ച് നടന്നാൽ ലോകത്തിൽ സുഖങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും അല്ലേ? പക്ഷേ അപ്പൻ പിടിച്ചാൽ, അപ്പനാണ് ആ കുഞ്ഞിൻ്റെ കൈ പിടിക്കുന്നതെങ്കിൽ കുഴി വന്നാലും ചെളി കണ്ടാലും അപ്പൻ വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്ത് പൊക്കിക്കൊണ്ട് അപ്പൻ പോകും. അത് നിങ്ങളോട് പറയാറുള്ള ഉദാഹരണമാണ്. പക്ഷേ വേറൊരു ഉദാഹരണം കൂടെ പറയാം. അതായത് നിങ്ങൾ അപ്പൻ്റെ കൈ പിടിച്ചാൽ ലോകസുഖമോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ അപ്പൻ്റെ കൈ വിട്ട് ഓടിപ്പോകും. വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ നിങ്ങൾ കുരങ്ങിനെയും പൂച്ചയെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുരങ്ങിൻ്റെ കുഞ്ഞ് അതിൻ്റെ തള്ളയെ അള്ളി പിടിച്ച് കിടക്കും. അമ്മ ചാടുമ്പോൾ പേടിക്കും, ആ കുഞ്ഞ് മുറുകെ പിടിക്കും. അതായത് താഴെ വീഴുമോ എന്നുള്ള ഭയം ആ കുഞ്ഞിൻ്റെ കണ്ണിൽ കാണാം. അമ്മയിൽ നിന്ന് വിട്ടുപോകാതെ പിടിക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുരങ്ങുകളെ പോലെയാണ് ഇന്ന് സഭയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി. അവർക്കും ഇതുപോലെ ഭയമാണ്. ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ, സഭയിൽ പോയില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വീണാലോ. പക്ഷെ നിങ്ങൾ പൂച്ചക്കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പൂച്ച കുഞ്ഞുങ്ങളെ അമ്മ കടിച്ചു പിടിച്ചുകൊണ്ട് പോകും. കുഞ്ഞുങ്ങൾക്ക് ഭയം ഒന്നുമില്ല. കാരണം അവർക്കറിയാം അവരെ അമ്മയുടെ കയ്യിലാണ്, അവർക്ക് ഭയമില്ല. അപ്പം അങ്ങനെ ആയിരിക്കണം നാം. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ സ്വയം ദൈവത്തിന് കൊടുക്കണം. എന്ത് വന്നാലും കുഴപ്പമില്ല, അപ്പൻ എന്നെ നോക്കും എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് വേണം. പക്ഷേ അതിനെല്ലാമുള്ള
ഒരു മാനദണ്ഡമായിട്ടുള്ള ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ ദയയാണ് എനിക്ക് കിട്ടിയത്, ദൈവത്തിൻ്റെ കരുണയാലാണ് ഞാൻ ഇങ്ങനെ ആയതെന്നുള്ള അടിസ്ഥാന വിശ്വാസം. ഇത് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്. എഫേസ്യർ 2:8 പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പം ഇവിടെ വ്യക്തമാണ്, നമുക്ക് കിട്ടിയ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലാതെ നമ്മൾ കാരണമല്ല. ഇനി തീത്തോസ് 3:5 പറയുന്നുണ്ട്, നമ്മൾ മുൻപ് മറ്റുള്ളവരെ പോലെ വഴിതെറ്റി നടന്നവരായിരുന്നു, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവിടുന്ന് നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, എടുത്തു പറയാണ്, നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണ പ്രകാരം അത്രേ നീതീകരിക്കപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ വചനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നമ്മളുടെ ഒരു സ്വഭാവ ഗുണോ അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു മേന്മ കണ്ടിട്ടല്ല ദൈവം നമ്മൾ തിരഞ്ഞെടുത്തത്, അത് ദൈവത്തിൻ്റെ ദയ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും കാര്യം തന്നെ എടുത്ത് നോക്ക്. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപേ തിരഞ്ഞെടുപ്പിൽ പ്രകാരമുള്ള ഒരു ദൈവനിർണയം വന്നു. എന്ത്? മൂത്തവൻ ഇളയവനെ സേവിക്കും. അപ്പം ഇതെങ്ങനെ സാധിച്ചു? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവർത്തികൾ നിമിത്തമല്ല, ദൈവത്തിൻ്റെ ദയയാലാണ് അഥവാ ഇഷ്ടത്താലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ദൈവം പറഞ്ഞതാണത്, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന്. അവർ പ്രവർത്തികളാൽ പറഞ്ഞതല്ല. അപ്പം അവിടെ എന്താണ്? ദൈവേഷ്ടം. ഇത് വ്യക്തമായിട്ട് റോമാക്കാർക്കെഴുതിയ ലേഖനം 9:11 പറയുന്നുണ്ട്. തിരുവചനത്തിൽ, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏസാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സംഭവം വായിക്കുമ്പോൾ അവിടെ ഒരു അനീതി നമുക്ക് ഫീൽ ചെയ്യും. ദൈവത്തിൻ്റെ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. അത് റോമാക്കാർക്കെഴുതിയ ലേഖനം 9:15 അതിനുള്ള ഉത്തരമുണ്ട്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് ഫലം ഇല്ലേ നിങ്ങൾ, അഥവാ ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നൊക്കെ എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. ദൈവം മോശയോട് അരുളി ചെയ്യുന്നുണ്ട് അല്ലേ, എന്താ പറയുന്നത്? അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുള്ളവനല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് വ്യക്തമാണ്, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഓടിയിട്ടും കാര്യമില്ല. നമ്മൾ ഒരു സഭ വിട്ട് മറ്റൊരു സഭയിലേക്കൊന്നും ഓടിയിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണ കിട്ടിയാലേ കാര്യമുള്ളൂ. അടുത്ത വാക്യം, അതായത് റോമക്കാർക്ക് ഇത് ലേഖനം 9:17, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വചനത്തിൻ്റെ പുഴലാണ്, നിഴലിൻ്റെ ആ ഒരു പൊരുളാണ് അവിടെ കാണാൻ സാധിക്കുക. അതായത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, യോഹന്നാൻ 15:16, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ ലക്ഷണം എന്തായിരിക്കും? ഫലം കായ്ക്കും, ആ ഫലം നിലനിൽക്കും എന്ന്. ഇതേ അർത്ഥം തന്നെ വരുന്നത്, അതായത് കർത്താവ് എടുത്തു പറയുന്നുണ്ട് റോമക്കാർക്കെതിരെ ലേഖനം 9:17, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും വേണ്ടി തന്നെ. ഇത് മോശയുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നതാണ്. അത് നിങ്ങൾക്കറിയാം, മോശ ഒരു വിക്കനായിരുന്നു അല്ലേ? പുറപ്പാട് 4:10 വായിച്ചു നോക്കി അറിയാം. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും മോശയ്ക്ക് അറിയില്ലായിരുന്നു, മീൻസ് പറ്റില്ലായിരുന്നു. ആ മോശയെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. മനസ്സിലായി? അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരരും ഒന്ന് ഓർത്തു നോക്കിയേ, ശബത്ത് ആചരിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? അപ്പൻ്റെ കൂടെ മേശയിലിരിക്കാനായിട്ട് എന്ത് യോഗ്യതയുണ്ട്? അപ്പൻ്റെ മക്കളുടെ കൂടെ ഇത് ആചരിക്കാനായിട്ട് എന്ത് യോഗ്യതയുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ എവിടെ കിടന്നവരായിരുന്നു? എനിക്കൊന്നും ഒരു യോഗ്യതയില്ലാത്തവളാ. ഞാൻ വളരെ ഷൈ ആയിരുന്നു. എന്താ പറയുക, ഒരു സഭയിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം പോലും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പല സമ്മാനങ്ങളൊക്കെ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് വാങ്ങിച്ച ഒരു ഹിസ്റ്ററിയാണ് എനിക്കുള്ളത്, പേടിച്ചിട്ട്.
സാമ്പത്തികമായിക്കോട്ടെ, കഴിവുകളുടെ കാര്യമായിക്കോട്ടെ, പഠിക്കാനാണെങ്കിൽ ഒരു ആവറേജ്. പ്രധാനമായിട്ടും നോ എന്ന് പറയാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല. മനസ്സിലായി? എല്ലാവരെയും അനുസരിക്കുന്ന ഒരു പ്രകൃതം. അപ്പം അതിൽ നിന്ന് ഞാൻ ഇന്ന് ആയി നിൽക്കുന്ന ഒരു ലെവൽ എന്താണെന്ന് എനിക്കറിയാം. എന്നെ കളിയാക്കി എല്ലാവരെയും ദൈവം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ചുറ്റുമുള്ളവർ എത്ര വലിയവർ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കും, ഞാൻ എൻ്റെ ആബയുടെ മോളാ. ജീവിതത്തിൽ എന്തും വന്നോട്ടെ, അത് ഗുണമാവാം ദോഷമാകാം, എന്തുമായിക്കോട്ടെ, ഞാൻ സ്വീകരിക്കും. എനിക്കിപ്പോൾ ഇല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ മകളാണ്. ഒരിക്കലേ ഞാൻ ഒരു സംഭവം ഓർക്കാണ്. അതായത് ഞാനൊരു വേദിയിൽ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര അഭിനന്ദനങ്ങളായിരുന്നു. അപ്പോൾ കുറേ പേര് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വളരെ നന്നായിരുന്നു, അങ്ങനെ ഭയങ്കര പുകഴ്ത്തലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ വേദിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ആ സ്ഥാപനത്തിൽ തന്നെ ഒരു വലിയ വ്യക്തി പറഞ്ഞു, അവിടെ അനൗൺസ് ചെയ്തു, എൻ്റെ പ്രസംഗം വളരെ നന്നായിരുന്നു, അപ്പോൾ അതിനാൽ എനിക്കൊരു ഗിഫ്റ്റ് പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കപ്പ് ചായ കുടിക്കാൻ എന്നെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയുള്ളവർക്ക് ഭയങ്കര സന്തോഷം, കയ്യടി, എന്തോ ഒരു ട്രോഫി കിട്ടിയൊരു പ്രതീതിയായിരുന്നു. പക്ഷേ സത്യം പറയാലോ, എൻ്റെ ചിന്ത എനിക്കത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ആരാ? ഞാൻ എൻ്റെ ആബയുടെ മോളാ. ഞാൻ എൻ്റെ ആബയുടെ കൂടെ ശബത്ത് മേശയിലിരിക്കുന്നവളാ. അതിലും വലുതല്ലല്ലോ അയാളുടെ ക്ഷണം. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും പക്ഷെ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. എന്ത്? ദൈവത്തിന് തിരഞ്ഞെടുപ്പ് എൻ്റെ പ്രവൃത്തിയാലല്ല എനിക്ക് കിട്ടിയത്, അത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. ഈ ചിന്ത എപ്പോഴും എപ്പോഴും മനസ്സിൽ വേണം. അത് മനസ്സിലായോ? അപ്പോൾ ഞാൻ നിർത്താണ്. അതായത് 2 കൊരിന്ത്യർ 4:1 പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദയ നമുക്ക് ലഭിച്ചതിനാൽ നമ്മൾ ധൈര്യമായി മുന്നോട്ട് പോകും, ശബത്ത് മുറുകെ പിടിക്കും, ഓർത്ത് ആചരിക്കും. അത് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പം ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറഞ്ഞ വിഷയം ഇതാണ്. അതായത് നമ്മൾക്ക് കിട്ടിയ ഈ ഭാഗ്യം അത് ദൈവത്തിൻ്റെ കരുണയാലും ദയയാലും കിട്ടിയതാണ്. അതായത് നമുക്കൊരു മേന്മ ഉണ്ടായത് കൊണ്ട് കിട്ടിയതല്ല. നമ്മളെക്കാൾ ഒരുപാട് മേന്മയുള്ളവർ നമ്മുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ദൈവം അവരെ ഒന്നും തിരഞ്ഞെടുത്തില്ല, നമ്മളെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അത് ഒരു വെറും വിലയില്ലാതെ നിങ്ങൾ കളയരുത്. ശബത്ത് ആചരിക്കുന്നുണ്ട് എന്ന് കരുതി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശബത്ത് മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കരുണയാണ് എനിക്ക് കിട്ടിയത് എന്ന ഒരു ചിന്തയോടുകൂടി ദൈവത്തോട് നന്ദിയുള്ളവരും കൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാം. അപ്പോൾ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കുമെന്ന ബൈബിളിൽ പറയുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ മുൻപ് എങ്ങനെയുള്ളവരായിരുന്നു. എല്ലാ വിഗ്രഹത്തിൻ്റെ മുൻപിലും കുമ്പിട്ടും നമ്മൾ എന്താ പറയുക, സഭയ്ക്ക് കീഴിൽ എല്ലാ മിഥ്യകളും ആകെ കാണാപ്പാടം പഠിച്ച് എല്ലാം വിശ്വസിച്ച് ഒക്കെ നടന്നവരായിരുന്നു. അപ്പം നമ്മൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലായതും തിരിച്ചു നടക്കാനുള്ള ധൈര്യം തന്നതും നമ്മളെ അടിമുടി ദൈവം മാറ്റിയതും. അപ്പോൾ നിങ്ങൾ അഹങ്കരിക്കരുത് ഒരിക്കലും. അത് ദൈവത്തിൻ്റെ ദയയാണ് എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആബയുടെ യഥാർത്ഥ മക്കൾ ഇസ്രായേൽക്കാരാണ്, നമുക്കറിയാലേ. അപ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ സ്വഭാവം എങ്ങനെയാണോ, അവർ എപ്പോഴും മാതൃക അവരാണ് നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ആ ചിന്ത വേണം. സ്വന്തം മക്കളുടെ മേശയിൽ അവർ അന്തരാക്കിയിട്ട് അവർക്കെടുത്ത് വെച്ച ആ അപ്പമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ വേസ്റ്റാക്കി കളയാൻ പാടില്ല. ആ ചിന്ത എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ ദൈവഭയം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ദയ, അതിനെ ഹീബ്രുവിൽ പറയുന്നത് ഗസെദ് എന്നാണ്. KHEHSED, ഗസെദ്, ദയ. സങ്കീർത്തനം 136 പറയുന്നുണ്ടല്ലേ, നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തേക്ക് നന്ദിയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ ഈ ഒരു വാചകം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കട്ടെ. എനിക്ക് കിട്ടിയത് അപ്പൻ്റെ ദയയാണ്. ആ ഒരു നന്ദി ഞാൻ എപ്പോഴും ആബയോട് കാണിക്കും.
അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും തോദ റബ, ശബാത് ശലോം, അബ തോദാംചി.